ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ധ്യാനത്തിൻ്റെ ഈ ഞായറാഴ്ച ദിവസത്തെ ധ്യാനത്തിൻ്റെ ഏറ്റവും അവസാനത്തെ സമയത്തേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് യേശു ക്രിസ്തു പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിക്കുക. അതുമാതിനോട് വളരെ ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഞാൻ ഇന്ന് പ്രസംഗിക്കുവാനായിട്ട് ആഗ്രഹിച്ചത്. ഇന്നത്തെ വേദഭാഗം നിങ്ങൾ പള്ളിയിൽ എന്ന് കേട്ടു. സുവിശേഷം 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് യേശു ക്രിസ്തുവിൻ്റെ പ്രസംഗം ആരംഭിക്കുമ്പോൾ തന്നെ യേശു പറയുക. യേശു പ്രസംഗിക്കാൻ തുടങ്ങി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കും. 3 വാക്ക് കർത്താവ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പറയുന്നുണ്ട്. ഒന്ന് ദൈവരാജ്യം. ഒന്നെന്താണ്? ദൈവരാജ്യം. 2 പറഞ്ഞെന്താണ്? സുവിശേഷം. സുവിശേഷത്തിൽ വിശ്വസിക്കുക. പിന്നെന്താണ്? മാനസാന്തരപ്പെടുക. 3 പ്രധാനപ്പെട്ട വാക്കാണ്. ഇതിൽ ക്രിസ്ത്യാനി എയിം ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം വിശ്വാസ പ്രമാണത്തിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുക. എന്താണ്? വരാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവിതത്തിനായി ഞങ്ങൾ നോക്കി പാർത്തിരിക്കും. അപ്പോൾ ഒരു രാജ്യം വരും എന്ന പ്രതീക്ഷ സഭ നമ്മളിൽ ഉണർത്തിയിട്ടുണ്ട്. എന്താ വരാൻ പോകുന്നത്? ഒരു രാജ്യമുണ്ട്. ഇനി അതെന്താണെന്ന് പൗലോസ് അപ്പോസ്തലൻ വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. യേശു തന്നെ പറഞ്ഞു, ദൈവരാജ്യം അവിടെയാണെന്ന് ചിന്തിച്ച് നിങ്ങൾ അങ്ങോട്ട് പോകരുത്. അവിടെ നിങ്ങൾക്ക് അത് കണ്ടെത്താൻ പറ്റില്ല. അച്ഛനത് സൂചിപ്പിച്ചു. അവിടെ ആണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അങ്ങോട്ട് നിങ്ങൾ പോകരുത്. ഇവിടെ ആണെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോകരുത്. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലാണ്. അതിൻ്റെ മൂലഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലാണെന്നല്ല. ബൈബിളിൻ്റെ അടിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ദൈവരാജ്യം നിങ്ങളിലാണ്. ദൈവരാജ്യം എവിടെയാണ്? നിങ്ങളിലാണ്. അപ്പം ദൈവരാജ്യം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി ദൈവത്തെയും ദൈവരാജ്യത്തെയും അന്വേഷിക്കേണ്ട സ്ഥലം ഏതാണെന്ന് യേശു ക്രിസ്തു സൂചിപ്പിക്കുന്നുണ്ട്. എവിടെയാണ് അന്വേഷിക്കേണ്ടത്? നമ്മൾ ദൈവത്തെ തേടിയാണ് ഇങ്ങോട്ട് വരുന്നത്. പല പള്ളിയിലേക്ക് നമ്മൾ പോകുന്ന ആരെ തേടിയാണ്? ദൈവത്തെ തേടി. കണ്ടെത്തുന്നുണ്ടോ? ഇല്ല. പ്രിയമുള്ളവരെ, പലരും പലതും ഒന്നും കണ്ടെത്തുന്നില്ല. കാരണം എന്താണെന്നറിയോ? ദൈവം കണ്ടെത്താൻ അന്വേഷിക്കാൻ പറഞ്ഞ സ്ഥലം സത്യ ദേവാലയം അല്ല പറയുന്നത്. എവിടെയാണ് അന്വേഷിക്കാൻ പറഞ്ഞത്? ദൈവരാജ്യം നിങ്ങൾ അന്വേഷിക്കേണ്ട സ്ഥലം നിങ്ങളിലാണ്. ഇതാണ് പറഞ്ഞത്. എങ്ങനെയാണ് ഈ ദൈവരാജ്യം കണ്ടെത്താൻ പറ്റുന്നത്? നമ്മളിലാണ് ഈ സാധനം ഇരിക്കുന്നത്. അതെന്താണെന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ദൈവരാജ്യം? എന്നാൽ ഭക്ഷണവും പാനീയവും അല്ല. പിന്നെന്താണ്? റോമ 14:17. പിന്നെന്താണ്? നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. ഇതെവിടെയായിരിക്കുന്നത്? നിങ്ങളിലാണ്. കർത്താവ് പറയാണ്, 3 സാധനം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. 1 നീതി, 2 സമാധാനം, 3 എന്താണ് പറയുന്നത്? പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു പ്രത്യേക സന്തോഷം. ഇത് 3 നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത് നിങ്ങൾക്ക് സ്വന്തമാക്കാനും അനുഭവിക്കാനും നിങ്ങളെ സമീപിച്ചിരിക്കുന്നു. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? അത് സ്വന്തമാക്കണമെങ്കിൽ കടക്കേണ്ട ഒരു മാർഗം അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഒരു മനുഷ്യനായി പറഞ്ഞവൻ നമ്മുടെ ഈ ധ്യാന കേന്ദ്രത്തിൽ വരുന്ന പല ആളുകളുടെയും ജീവിതത്തിലെ സമാധാനം കെടുത്തുന്ന പല പ്രതിസന്ധിയും നിങ്ങൾ പ്രാർത്ഥനാ വിഷയമായിട്ട് എഴുതിയിട്ടുണ്ട്. അച്ഛൻ ചിലതെല്ലാം സൂചിപ്പിച്ചു. 1, സ്വന്തമായിട്ട് ഒരു വീട് ഇല്ല. അതുകൊണ്ട് തിരുമേനി ഒരു വീടുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ ഒരു 10 ലക്ഷം രൂപ കടമുണ്ട്, കടം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ ശാരീരികമായിട്ട് രോഗമാണ്, രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പല ആളുകൾ എൻ്റെ അടുത്ത് നടുവേദന മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്. എനിക്ക് അവരോട് വളരെ സഹതാപം തോന്നാറുണ്ട്. കാരണം ഞാൻ തന്നെ നടുവേദന രോഗിയാണ്. അപ്പോൾ
പല ആളുകൾ ഇങ്ങനെ പലതും തേടി വരുന്നുണ്ട്. ഇതാ പ്രിയമുള്ളവർ, അവരെ നോക്കി കർത്താവ് പറയുകയാണ്, നിനക്ക് സമാധാനം കിട്ടും. രോഗിയായിരിക്കുന്ന നിനക്ക് സമാധാനം, കടബാധിതപ്പെട്ടിരിക്കുന്ന നിനക്ക് സമാധാനം, അസ്വസ്ഥത അനുഭവിക്കുന്ന നിനക്ക് സമാധാനം കിട്ടും. എപ്പോഴാണ്? ഇതാ നീ സുവിശേഷത്തെ വിശ്വസിക്കണം. ആരാ സുവിശേഷം? യേശു ക്രിസ്തു. യേശുവിൻ്റെ ജീവിതമാണ് സുവിശേഷം. യേശുവിലേക്ക് നോക്ക്. വീടില്ലാഞ്ഞിട്ടും അവൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനക്കേടും ഉണ്ടായില്ല. വീടുണ്ടോ ഇല്ലോ എന്നുള്ളത് പ്രധാനം. ഇല്ലാത്തത് അവനെ അസ്വസ്ഥപ്പെടുത്തിയില്ല പ്രിയമുള്ളത്. മറ്റു പലതും അവനെ അസ്വസ്ഥപ്പെടുത്തിയില്ല. ഉള്ളതിൽ അവന് പ്രത്യേക ഒരു സമാധാനം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. അതെന്തുകൊണ്ടാണ്? ഈ അവസ്ഥയിലും എൻ്റെ ദൈവം എൻ്റെ പിതാവാണെന്ന ബോധ്യം. അപ്പൻ എന്നെ കരുതുന്നു. ഈ ബോധ്യമുള്ളതുകൊണ്ട് നാളെയെക്കുറിച്ച് ഉത്കണ്ഠയില്ല, ഇന്നലകളെക്കുറിച്ചില്ല, പിന്നെ ഇന്നിനെക്കുറിച്ച് അസ്വസ്ഥതയില്ലാത്തൊരവസ്ഥ. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഈ ജീവിതം ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, ഇതിൽ നീ വിശ്വസിക്കുക. ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ നിനക്ക് വിശ്വാസം തോന്നുന്നുണ്ടോ? ഈ ലൈഫ് സ്റ്റൈലിൽ നിനക്ക് വിശ്വാസം തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിനക്ക് ദൈവാനുഭവം ഉണ്ടാകും. ദൈവരാജ്യം ഒരനുഭവമായി മാറും നിന്റെ ജീവിതത്തിൽ. നമ്മൾ നോക്കി പാർത്തിരിക്കേണ്ട ഒരു സംഭവമല്ലത്. നിന്റെ കയ്യിലുള്ളത് ഇതാ തുറക്കപ്പെടാതെ കിടക്കുന്നൊരു വാതിൽ. നിന്റെ ഉള്ളിൽ ഒരിക്കലും നീ കണ്ടിട്ടില്ലാത്ത ഒരു മുറി. അങ്ങനെ ഒരു മുറിയുണ്ട്. ഞാനൊരിക്കലും പള്ളിയിൽ ചെന്നു. അവിടെ ഒരു മുറി പൂട്ടിയിട്ടിരിക്കുക. ഒരു മുറി പൂട്ടിയിട്ട ശേഷം പരിമല തിരുമേനിയാണെന്ന് തോന്നുന്നു പറഞ്ഞിട്ടുണ്ട്, ഈ മുറി ഇനി ഒരിക്കലും തുറക്കരുതെന്ന്. ഇതൊരിക്കലും ഇനി തുറന്നേക്കരുതെന്ന്. അതുകൊണ്ട് അവർ വളരെ ഭീതിയോടുകൂടിയാണ് അതിനെ നോക്കുന്നത്. സത്യത്തിൽ പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത്, ആ പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്ന പല വിഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. കാളയുടെ, ആടിൻ്റെയൊക്കെ വിഗ്രഹം. നമ്മുടെ ക്രിസ്ത്യാനികൾ പള്ളിയിൽ പോകുമ്പം അതുകൂടെ തൊട്ട് വണങ്ങുകയും അവിടെയും കൂടി എണ്ണ ഒഴിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനത്തെ വിഗ്രഹങ്ങൾ അവിടെ നിന്നൊക്കെ കണ്ടെത്തിയതാണ്. അതുകൊണ്ട് അദ്ദേഹം ഇതെല്ലാം കൂടെ പണിക്കാരെ കൊണ്ട് ചാക്കിനകത്ത് കെട്ടി കുഴിയിലിട്ടിട്ട് മണ്ണിട്ട് മൂടിയേച്ച് ഇതാ പറഞ്ഞു, ഇനി ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, തുറന്നേക്കരുത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരു വിഗ്രഹാരാധകനാകാനുള്ള ചാൻസ് പോലും ഉണ്ടാകരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കണ്ടോ? അപ്പോൾ പ്രിയമുള്ളവരെ, ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ ദൈവാനുഭവത്തിൻ്റെ തുറക്കപ്പെടാത്ത ഒരു വാതിൽ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ദൈവരാജ്യ അനുഭവം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനുഭവമായി തീരുന്ന ഒരു ദൈവ അനുഭവം നിങ്ങളുടെ ഉള്ളിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. സ്വന്തമാക്കാനുള്ള ഒരു മാർഗം കർത്താവ് പറഞ്ഞു, ഇതാ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? സുവിശേഷത്തെ വിശ്വസിക്കുക. എന്ന് പറഞ്ഞാൽ ഈ പുൽക്കൂട്ടിൽ പിറന്ന് കാൽവറിയിൽ 33 വയസ്സുകൊണ്ട് തീർന്നു പോയൊരു ജീവിതം. ആ ജീവിതത്തിൻ്റെ പ്രത്യേകത ഞാൻ പലപ്പോഴും പറയാറുണ്ട്. പ്രിയമുള്ളവരെ, ജനിച്ച് 10-30 വയസ്സ് വരെ മാതാപിതാക്കന്മാരുടെ ശിക്ഷണത്തിൽ ജീവിച്ചു. അന്ന് ആശാരിപ്പണി ചെയ്ത് ജീവിച്ചു. 30-ാമത്തെ വയസ്സിൽ തെരുവിലേക്ക് ഇറങ്ങിയപ്പോൾ ചില സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് പരീശന്മാർ അവനെ ശത്രുവായി കണ്ടു. ദുരാരോപണങ്ങൾ അവൻ്റെ പിന്നാലെ വന്നു. അങ്ങനെ ക്രിസ്തുവിന് ശത്രുക്കളാണ് മിത്രങ്ങളായിരുന്നു അവൻ്റെ നാട്ടിൽ കൂടുതലുള്ളത്. ക്രൂശിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ഏതെങ്കിലും മതപുരോഹിതന്മാരുടെ പേരുകൾ നിങ്ങൾ ഓർത്തിരിക്കുന്നു ഉണ്ടോ? ഇല്ല. ഒരു സാധാരണക്കാരൻ്റെ ആശാരിയുടെ പേര് ലോകം മുഴുവൻ വാഴ്ച. വലിയ അത്ഭുതങ്ങളൊന്നും കർത്താവ് പ്രിയമുള്ളവർ കാൽവറിയിൽ സംഭവിച്ചില്ല. ക്രൂശ് മരണം തന്നെയാണ് നടന്നത്. അടി പാഴ്സൽ കിട്ടിയപ്പോൾ യേശുക്രിസ്തു നിന്ന് പൊളഞ്ഞതേ ഉള്ളൂ. മാലാഖന്മാരിറങ്ങി AC കാലാവസ്ഥ കൊടുത്തില്ല പ്രിയമുള്ളവർ. അടി കൊണ്ടപ്പം കൊള്ളുക, പിന്നെ തുപ്പൽ ഏറ്റുവാങ്ങുക. ക്രൂശിക്കപ്പെട്ടപ്പോൾ കർത്താവിന് പെയിനിൻ്റെ പ്രത്യേക ഇഞ്ചക്ഷൻ പിതാവായ ദൈവം കൊടുത്തില്ല. പെയിൻ അനുഭവപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ പെടഞ്ഞു പിടിച്ചു. പക്ഷേ പ്രിയമുള്ളവർ, ആ സുവിശേഷം ചൂണ്ടിക്കാട്ടിയിട്ട് പറയുകയാണ്, ഇതാ നിങ്ങൾക്കിതാ ഒരു സുവിശേഷം, ഇത് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? 2000 വർഷം കഴിഞ്ഞിട്ടും ഈ പേര് ആർക്കും മറക്കാൻ പറ്റാത്ത പേരാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരച്ഛൻ്റെ അമ്മായി ഇവിടെ വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു പോയി. സ്വന്തം മകൻ മാരക രോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടോ, ഡോക്ടർ ചോദിച്ചു, ഏതാ നിങ്ങളെ സുഖപ്പെടുത്തിയത്, എങ്ങനെ ഈ സൗഖ്യമുണ്ടായത്? അവർ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പോൾ ചോദിച്ചു, ആരോടാണ് നിങ്ങൾ പ്രാർത്ഥിച്ചത്? ഹിന്ദു ഡോക്ടർ, വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ഹിന്ദു ഡോക്ടർ വരിക, ആരോടാണ് നിങ്ങൾ പ്രാർത്ഥിച്ചത്? ഉടനെ പറഞ്ഞു,
ഞങ്ങൾ യേശുവിനോട്. ഉടനെ ആ ഡോക്ടർ പറഞ്ഞ ഇതാണ്, നിങ്ങളുടെ യേശു റിയൽ ഗോഡ് ഉണ്ടോ, നിങ്ങളുടെ യേശു റിയൽ ആയിട്ടുള്ള ഗോഡ് ഉണ്ടോ. പിറ്റേ മാസം സംഭവിച്ചത്, ആ ഡോക്ടർ ക്രിസ്ത്യാനിയായി. യേശു ഏക രക്ഷകനെന്ന് ബോർഡ് നെഞ്ചത്ത് എഴുതി വെച്ച് ഡോക്ടർ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ഇരിക്കുന്നു. പ്രിയമുള്ളവരെ ഓർക്കുക, ഇതാണ് പ്രിയമുള്ളവരെ ക്രൈസ്തവ സാക്ഷ്യം. യേശു ആകുന്ന സുവിശേഷത്തെ വിശ്വസിച്ച ഒരു കുടുംബത്തിന് മറ്റൊരു വ്യക്തിയിലേക്ക് ദൈവരാജ്യം പകരാൻ പറ്റി. അങ്ങനെയെങ്കിൽ സഭയ്ക്ക് ഇതാ മറ്റൊരു വലിയ സമൂഹം കിടക്കുകയാണ്. 97% വരുന്ന ആളുകൾ കിടക്കുക. ആ വരുന്ന ആളുകളുടെ ഇടയിൽ ക്രിസ്തു എന്ന് പറയുന്ന ദൈവപുത്രനെ അവൻ്റെ നെഞ്ചിലേക്ക് കൈമാറി കൊടുക്കാൻ സാധിക്കാത്തതിൻ്റെ കാരണം, പ്രിയമുള്ളവരെ, സുവിശേഷത്തിൽ വിശ്വസിക്കുന്നില്ല എന്നതാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ സഭാജീവിതത്തിൽ നമുക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ കാര്യം, നമ്മളൊക്കെ എന്തുമാത്രം പടുതു കൂട്ടിക്കഴിഞ്ഞു, എന്തുമാത്രം പണിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ 2000 വർഷമായിട്ട് പ്രിയമുള്ളവരെ, ഇതാ നമ്മൾ എല്ലുമുറിയെ പണിയെടുത്തുകൊണ്ടിരിക്കുക. രാവിലെ അച്ഛന്മാർ പണി തുടങ്ങിയാൽ മെത്രാച്ചന്മാർ പണി, ഞങ്ങൾ കൊടിയും വെച്ചൊരു പോക്കാണ്. പ്രിയമുള്ളവർ, രാവിലെ ഒരു പോക്ക് പോയാൽ വൈകുന്നേരം 11 മണിയാകുമ്പോഴാണ് വരും. രാത്രി പകലും മുഴുവൻ എന്തിയാണ് ഞങ്ങൾ പണിയെടുത്തുകൊണ്ടിരിക്കുക. 2000 വർഷം വരെ നമ്മൾ കണ്ടവാനം പണി ചെയ്യും. എന്നിട്ടും ഇതാ പ്രിയമുള്ളവരെ, കാര്യമായിട്ടൊന്നും ഈ രാജ്യത്ത് ചെയ്യാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, നമ്മൾ 2000 വർഷം പണിയെടുത്തവരാണ്. കാര്യമായിട്ടൊന്നും ഈ സമൂഹത്തിൽ ചെയ്യാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, പ്രിയമുള്ളവരെ, നമ്മുടെ സമൂഹത്തിലുള്ളവരുടെ തലമുറകളിൽ പോലും ദൈവവിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. കാരണം എന്താണെന്നറിയാമോ? നമ്മൾ പണിയെടുത്തതേ ഉള്ളൂ. നമ്മൾ ആരെ വിശ്വസിച്ചില്ല? യേശുവിനെ വിശ്വസിച്ചില്ല. അതാണ് കാരണം, യേശുവിനെ വിശ്വസിച്ചില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യേശുവിനെ വിശ്വസിക്കാൻ സാധിക്കണമെങ്കിൽ ഈ കാലഘട്ടത്തിന് ആവശ്യം യേശുവിനെ വിശ്വസിക്കുക എന്നുള്ളതാണ്. നമ്മൾ പലരെയും വിശ്വസിക്കുന്നുണ്ട്, പലരെയും നമുക്ക് വളരെ വിശ്വാസമാണ്. പക്ഷേ യേശുവിനെ നമുക്കെന്തില്ല? വിശ്വാസമില്ല. യേശുവിനെ വിശ്വസിക്കുകയാണെങ്കിൽ ആ വ്യക്തിയിൽ നടക്കുന്ന, വിശ്വസിക്കണമെങ്കിൽ, വിശ്വസിക്കാൻ പറ്റണമെങ്കിൽ, ഉൾക്കൊള്ളാൻ പറ്റണമെങ്കിൽ, അവൻ പറയുന്ന അനുസരിക്കാൻ പറ്റണമെങ്കിൽ നാം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? മാനസാന്തരപ്പെടുക. യേശുക്രിസ്തു പറയുകയാണ്, മകനെ, നീ എൻ്റെ പിന്നാലെ വരിക. അപ്പം നമ്മൾ ചോദിച്ചു, ക്രിസ്ത്യാനി ആകണോ വേണ്ടയോ? അവർ നോക്കി, ഇതിനു മുമ്പ് ക്രിസ്ത്യാനി ആയവരുടെ ജീവിതത്തിലേക്ക് നോക്കി. അപ്പോഴാണ് മനസ്സിലായത്, ക്രിസ്ത്യാനിയായിരുന്നു, സൺഡേ സ്കൂൾ അധ്യാപികയായിരുന്നു. എന്നാ സംഭവിച്ചു? ഇതാ പെണ്ണ് സൺഡേ സ്കൂളൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. ഇതാ അയലത്തെ ചെറുക്കൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. കണ്ടോ? ക്രിസ്ത്യാനിയാണ്, മാമോദീസ വെള്ളം തലവീണതാണ്, രാവിലെ പോയിട്ട് തൂത്തുട്ടിച്ചാപ്പിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, പിന്നെ ഞായറാഴ്ച തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത്. പക്ഷേ വീട്ടിൽ നിന്ന് തന്നെയാണ് അടിയുടെയും ഒച്ചപ്പാടിൻ്റെയും സ്വരം തന്നെ ഉയരുന്നു. നിങ്ങളുടെ അയലോകത്തെ ഉള്ള ആളുകൾ ഈ ബോട്ടെ കയറുമോ? കയറുക. അപ്പോൾ ഓർക്കണം, മറ്റൊരുത്തിന് വിശ്വാസം പകരാൻ വേണ്ടി ഇതാ ഒരു വിശ്വാസിയായി മാറേണ്ടത് ഇതാ നമ്മൾ മൂലമാണ്. പ്രിയമുള്ളവർ, നാം കയറിയിരിക്കുന്ന വള്ളത്തെ മറ്റൊരുത്തൻ കയറണമെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മളെ അവൻ വിശ്വസിക്കണം, നമ്മളെ കൂടെ വിശ്വസിക്കണം, എങ്കിലേ കയറൂ. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങൾ വിശ്വസിക്കുന്ന ഈ വള്ളത്തെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന ഈ വള്ളത്തെ കയറണമെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് തോന്നണം നിങ്ങൾ വിശ്വസിക്കുന്നത് സത്യമാണ്. അതവർക്ക് തോന്നാം. കഴിഞ്ഞ ദിവസം നല്ലൊരു കുടുംബം, ഇഷ്ടംപോലെ പണം, നല്ല വിശ്വാസം, മകനെ എൻ്റെ അടുത്ത് വിട്ടിരിക്കുക. അപ്പം ഞാൻ അവനോടൊപ്പം സംസാരിച്ച് വന്നപ്പോൾ അവന് ദൈവവിശ്വാസമില്ല. അവന്. അപ്പം ഞാനവനോട് പറഞ്ഞു, മോനെ, നീ ദൈവവിശ്വാസം ഇല്ലാത്തവനാണ്, ദൈവം അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ദൈവം ഉണ്ടെന്ന് അവനെ സാധിച്ചു കൊടുക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ദൈവം ഉണ്ടെന്നൊരു വ്യക്തിയെ വിശ്വസിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അവസാനം ഞാനവനോട് പറഞ്ഞു, അപ്പോൾ അവനോട് പറഞ്ഞു, ഞാൻ ചെറുപ്പകാലത്തിൽ മന്ത്രവാദം, ജാതകം, ജ്യോത്സ്യം ഇതിലൊക്കെ എൻ്റെ പേരൻസ് എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ പേരൻസിനോട് പറഞ്ഞതാണ് എനിക്കിതിലും വിശ്വാസമില്ലെന്ന്.
ഉടനെ പേരൻസ് പറഞ്ഞിരിക്കട്ടാ നിനക്ക് നന്മ വരും. അങ്ങനെ ജ്യോത്സ്യത്തെ വിശ്വസിച്ചിരിക്കുക. അപ്പം ജ്യോത്സ്യം തെറ്റാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഞാൻ സുവിശേഷത്തിലെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു യേശു ക്രിസ്തു ജനിച്ച സമയത്ത് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടു. അത് കണ്ടുകൊണ്ട് ജ്യോത്സ്യന്മാർ യേശുവിനെ അന്വേഷിച്ച് പോയി. ചെന്നത് ഹെറോദാവിൻ്റെ കൊട്ടാരത്തിൽ. ഉടനെ ഈ +2 പയ്യനോട് ചോദിക്കുക, അതാരാണെന്ന് ചോദിച്ചു. ഹെറോദാവ്. അപ്പം ഞാൻ പറഞ്ഞത് ഒരു രാജാവായിരുന്നു. ഈ രാജാവ് യേശുവാണ്. യേശുവിനെ കൊല്ലാൻ വേണ്ടി കുറേയേറെ കുട്ടികളെ കൊന്നു. ഓ ഐ സി, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു പുൽക്കൂട്ടിലെ യേശുവിനെ മാത്രം കൊല്ലാൻ പറ്റിയില്ല. ഓ, പുൽക്കൂട്ടില്ല ജനിച്ചതല്ലേ. നല്ല വിശ്വാസിയാണ്. നല്ല ക്രിസ്ത്യാനി കുടുംബത്തിൽ കേരളത്തിൽ ജനിച്ചു വളർന്ന കൊച്ചിൻ്റെ അവസ്ഥയാണ്. പുൽക്കൂട്ടിലാണ്. അപ്പം ഞാൻ പറഞ്ഞത് കീറത്തുണി പുൽക്കൂട്ടിലാണ്. ഓ കഷ്ടം. അവന് വളരെ അതിശയം. ഞാൻ അവനോട് പറഞ്ഞു, നീ ലൂക്കോസ്, മർക്കോസ്, മത്തായി ഇങ്ങനെ 4 സുവിശേഷമുണ്ട്, അത് നീ വായിക്കണം. ഉടനെ അവൻ പറഞ്ഞു ബൈബിളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ ഇത് എവിടെ നിന്ന് ഇത് കണ്ടുപിടിക്കുന്നു? ഇത്രയും വലിയ പുസ്തകത്തിനകത്ത് ഇത് കണ്ടുപിടിക്കേണ്ട മാർഗം. അപ്പം ഞാൻ പിന്നെ അതെല്ലാം കാണിച്ചു. അന്നേരം അവൻ പറഞ്ഞു ഒരു മലയാളം ബൈബിൾ ഇരിപ്പുണ്ട്, അത് വായിച്ചാൽ എനിക്കൊന്നും മനസ്സിലാകില്ല. ഒരു ഇംഗ്ലീഷ് ബൈബിള് ഞാനങ്ങോട്ട് പഠിച്ച കോളേജിൻ്റെ എവിടെയും കണ്ട് വെച്ചിട്ട് പോയി. ഞാൻ അതിലെ പോകുന്നുണ്ട്. 2 മാസം കഴിയുമ്പോൾ ഞാൻ പോയി എടുക്കാവും, എന്നിട്ട് വായിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ മാതാപിതാക്കന്മാർക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റി? പ്രിയമുള്ളവരെ, കൊച്ചു പിള്ളേരായിരുന്ന കാലത്ത് ഒന്നുമില്ലെങ്കിൽ ഹെറോദാവിൻ്റെ കഥയും യേശു പുൽക്കൂട്ടിൻ്റെ കഥയെങ്കിലും പറഞ്ഞു കൊടുക്കാൻ അവരെ കൊണ്ടായോ? സാധിക്കാത്ത മാതാപിതാക്കന്മാർ സ്വപ്നം കാണുക, തങ്ങളുടെ മക്കൾ യേശുവിനെ പോലെ ആകുക. ആകുമോ? പ്രിയമുള്ളവരെ? ഇല്ല പ്രിയമുള്ളവരെ. നമ്മളൊരു പ്രോഡക്റ്റ് എവിടുന്നെങ്കിലും ഉണ്ടാകണമെങ്കിൽ പ്രിയമുള്ളവരെ, ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പര്യാപ്തമായിരിക്കണം ആ കമ്പനി. നിങ്ങൾക്ക് സൽസ്വഭാവിയായ വിശ്വാസിയായ ഒരു കുഞ്ഞുണ്ടാകണമെങ്കിൽ പ്രിയമുള്ളവരെ, വിശ്വാസമുള്ളൊരു കുടുംബത്തിൽ നിന്നുണ്ടാകുന്ന പ്രോഡക്റ്റാണ്. നമ്മൾ ജാതകവും മന്ത്രവാദവും അഭിചാരവും സകല കാര്യങ്ങളിലൂടെ കറങ്ങിത്തിരിഞ്ഞിട്ട് നിങ്ങൾ ചിന്തിക്കരുത്, ഇവിടെ വന്ന് എന്താണ് തൂത്തുട്ടി ചാപ്പയിൽ വന്നാൽ ഉടനെ തിരുമേനി തലയിലോട്ടൊരു കൈ പോയി ഉടനെ ഷൂ എന്ന് പറഞ്ഞൊരു സാധനം ചെയ്ത് ഇറങ്ങിപ്പോവും. ഇറങ്ങിപ്പോയാൽ ഉടനെ എന്തെങ്കിലും സംഭവിക്കും? നിങ്ങളുടെ കാര്യം സാധിക്കുമെന്നൊന്നും വിചാരിക്കില്ല. ഇന്നേ വരെ അങ്ങനെ നടന്നിട്ടില്ല. അനേകം ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ പ്രിയമുള്ളവരെ, ദൈവരാജ്യത്തിന് വേണ്ടി എല്ലുമുറിയെ ഞങ്ങൾ പണിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നടന്നിട്ടുള്ളത്. എന്തൊക്കെയാണ്? അവനെ കുത്തിയിരുത്തി A to Z അറിയാവുന്ന രീതിയിൽ സുവിശേഷം പഠിപ്പിക്കും. ഇതാണ് നീ ഫോളോ ചെയ്യേണ്ട മാർഗം, ഇതാണ് നീ ഫോളോ ചെയ്യേണ്ട മാർഗം, ഇത് നീ ഉപേക്ഷിക്കേണ്ട മാർഗം, ഇത് നീ കുമ്പസാരിച്ച് പാവമോചനം നേടേണ്ടത്, ഇത് നീ ഇനി നാളെ മുതൽ ചെയ്യേണ്ട കാര്യം, ഇത് മുതൽ നീ നാളെ മുതൽ വായിക്കേണ്ട കാര്യം എല്ലാം എഴുതി കൊടുത്ത് അവൻ അതെല്ലാം വായിച്ച് പ്രാർത്ഥിച്ച് 1-6 മാസം കഴിയുമ്പോൾ അവൻ പറയും, ഇതാ ഭയങ്കര സമാധാനമുണ്ട് കേട്ടോ. പ്രിയമുള്ളവരെ, ഇതുപോലെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ദൈവരാജ്യ അനുഭവം അവനുണ്ടാകണമെങ്കിൽ എല്ലുമുറി അവൻ്റെ മനസ്സ് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാൻ തക്കവണ്ണം മാതാപിതാക്കന്മാർ എല്ലുമുറിയെ പണിയെടുക്കണം. ഇല്ലാതെ ഇത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ, ഇതാ പുറമ്പോക്കിലെ കപ്പളം കെടുത്തു വരുന്നത് പോലെ ദൈവരാജ്യ അനുഭവം നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ കെടുത്തു വരില്ല. ദൈവരാജ്യം സംസ്ഥാപിക്കാൻ കണ്ടെത്താൻ പറ്റിയത് ഇവൻ്റെ ഉള്ളിലുണ്ട് ഈ കൃപ. അത് കണ്ടെത്തണമെങ്കിൽ പ്രിയമുള്ളവരെ, ആ കൃപ തുറക്കണമെങ്കിൽ വളരെയധികം പണി ചെയ്യേണ്ടി വരും. നമ്മൾ വളരെയധികം കഷ്ടപ്പെടേണ്ടി വരും. അങ്ങനെ ഒരു കഷ്ടപ്പാട് നമ്മൾ സഹിക്കാൻ ക്രിസ്ത്യാനി തയ്യാറാകണം. അതിനല്ലേ മൂറോൻ അഭിഷേകം ചെയ്ത് വിടുന്നതിനാണ്. നീ ഒരു യോദ്ധാവാണ്, പടയാളിയാണ്. പോയി വെട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മീയ ജീവിതത്തിൽ നീ എന്ത് ചെയ്യാണ്? യുദ്ധം ചെയ്ത് പാപത്തെ കീഴടക്കി നീ നേടിയിട്ട് വരാൻ പറഞ്ഞ് വിട്ടിരിക്കുന്നു, മുദ്രയിട്ട്. കണ്ടോ? മാമോദീസായി എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത് വിടുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? എനിക്ക് ഒരർത്ഥം ഇത് തന്നെയാണ്. നീ എന്ത് ചെയ്യുക? പടയാളിയെ പോലെ നിന്നെ അഭിഷേകം ചെയ്ത് അയക്കുകയാണ്. നീ പോയി പാപത്തോട് യുദ്ധം ചെയ്ത് കീഴടക്കി ഇതാ ദൈവരാജ്യത്തിൻ്റെ മകനായി ദൈവരാജ്യം സ്ഥാപിച്ച് നീ തിരിച്ചു വരിക. അതിനുവേണ്ടി വിട്ടിരിക്കുന്ന പടയാളികളാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. പടയാളികൾ, ഇന്ത്യയുടെ പടയാളികൾ കൊണ്ടുപറഞ്ഞു ഇത് രാവിലെ എഴുന്നേൽക്കുകയില്ല, നേരത്തെ കയറി കിടക്കുകയും ചെയ്യും.
ഫുഡടിക്കുകയാണ് കണ്ടമാനം. അങ്ങനെ ഭയങ്കരമായിട്ട് വണ്ണവും വെച്ച് 60 കിലോ ഉണ്ടാകേണ്ടവൻ 85 കിലോ ആയിട്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു പരുവത്തിനാണ് ഇരിക്കുന്ന സമയത്താണ് പാകിസ്ഥാൻകാർ വെടിവെച്ചാൽ എന്നാ പറ്റും? പട്ടാളക്കാരനൊന്ന് എഴുന്നേക്കും, അയ്യോ പാകിസ്ഥാൻകാർ വെടിവെച്ചു, തിരിച്ചു വെടിവെക്ക് എന്ന് പറഞ്ഞുകൊണ്ട് തോക്കെടുക്കാനിരിക്കുമ്പോഴത്തേനും ഒരു പട്ടാളക്കാരൻ അയ്യോ നടുവെട്ടി. കാരണം എന്താ? എക്സർസൈസ് ഇല്ല. അത് കഴിഞ്ഞപ്പോഴാണ് അടുത്തയാൾ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എന്താണ് പ്രശ്നം? ഇതാ എക്സർസൈസ് ഇല്ലായിരുന്നു, തോക്കെടുത്ത് കുറച്ച് നേരം കൈ കഴിക്കുന്നു, അതുകൊണ്ട് തോക്കെടുക്കാൻ പറ്റുന്നില്ല. എന്ത് സംഭവിക്കും? പാകിസ്ഥാൻകാരൻ ഇന്ത്യക്കാരനെ കീഴടക്കിയിരിക്കും, ഉറപ്പാണ്. എന്താണ് ചെയ്യുന്നത്? പട്ടാളക്കാരനെ ജോലി ചെയ്താൽ യുദ്ധം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൊള്ളാം, രാവിലെ എഴുന്നേൽപ്പിച്ച് അവനെ എന്ത് ചെയ്യും? എക്സർസൈസിന് വിടും. പഞ്ച്വാലിറ്റി, കൃത്യസമയത്ത് സെക്കൻഡ് സൂചി 5 മണിക്ക് ഉറങ്ങാൻ സെക്കൻഡ് സൂചി 5 കയറുമ്പോൾ അവനെ എത്തിയിരിക്കണം, ഇല്ലെങ്കിൽ പണിഷ്മെന്റ് കിട്ടും. ഞാനൊരിക്കൽ ഹൈദരാബാദിലെ പട്ടാള ക്യാമ്പിൽ താമസിക്കാൻ പറ്റും. അവിടെ നമുക്കൊരു ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗസ്റ്റ് റൂമിലാണ് ഞാൻ താമസിച്ചത്. അപ്പോൾ ക്യാപ്റ്റൻ എങ്ങാണ്ട് രാവിലെ പോകാൻ നേരത്ത് എന്നോട് ചോദിച്ചു എപ്പോഴാണ് പോകേണ്ടത്. ഞാൻ പറഞ്ഞു 6 മണിയാകുമ്പോൾ എനിക്ക് ഇവിടെ നിന്ന് വണ്ടിയിൽ എനിക്കൊരു വണ്ടി അറേഞ്ച് ചെയ്യാൻ തന്നാൽ മതി, ആ വണ്ടിയിൽ ഞാൻ പള്ളിയിലേക്ക് പോകോളാം. അച്ഛനായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോയി. ഞാൻ രാവിലെ കുളിച്ചൊരുങ്ങി 5:30 ആയപ്പോൾ മുതൽ നിൽക്കുക, ഒരു മനുഷ്യനും വരുന്നുമില്ല, പുള്ളിയെ വിളിക്കാൻ നോക്കിയിട്ട് കിട്ടുന്നുമില്ല. പ്രിയമുള്ളവരെ, 6 മണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ 6 മണി അടുത്ത് കഴിഞ്ഞ സമയമായപ്പോൾ വഴി തുടങ്ങി തന്നു. ഇനി ആരും വന്നില്ലെങ്കിലും നമുക്ക് നമ്മുടെ കാര്യം നോക്കണ്ടേ, വണ്ടി വല്ലതും വഴിയെ കൂടെ പോകണം കൈ നീട്ടാനൊക്കെ ഉദ്ദേശിച്ചാണ് നമ്മളങ്ങോട്ട് ഇറങ്ങുന്നത്. 6 മണിക്ക് സെക്കൻഡ് സൂചി അങ്ങോട്ട് കയറുകയും പ്രിയമുള്ളവരെ ഒരു വണ്ടി ഓടിച്ചൊരു പട്ടാളക്കാരൻ വന്നിട്ട് മുമ്പിൽ തന്നു. എന്നിട്ട് പറഞ്ഞു ഇതാ നിങ്ങൾക്ക് വണ്ടി ഇന്ന സ്ഥലത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം പ്രിയമുള്ളവരെ സെക്കൻഡ് സൂചി 6 അപ്പുറത്തോട്ട് പോയില്ല, അതിന് മുമ്പ് വണ്ടി വന്നു. ഞങ്ങൾ വണ്ടിയെ കയറി വണ്ടിയിൽ പോയി. എന്തുകൊണ്ടാണ്? ആ പട്ടാളക്കാരൻ ഈ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു? കൃത്യത പരിശീലിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അവൻ എനിക്ക് വേണ്ടി അത് ചെയ്യാൻ പറ്റിയത്. ഈ രാജ്യത്തെ പ്രതി ഒന്ന് പരിശീലിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ പോഴുമ്പോൾ കാണുന്ന കാഴ്ച ഇതാ രാവിലെ കൃത്യമായിട്ട് വേറെ കുറേ പട്ടാളക്കാർ കൃത്യസമയം നോക്കി ഓടിക്കൊണ്ടിരിക്കുന്നു. വേറെ ചില ആളുകൾ കൃത്യസമയത്ത് ഇതാ കളിച്ചുകൊണ്ടിരിക്കുന്നു. വേറെ ചില ആളുകൾ കൃത്യസമയത്ത് ആ വഴിയും മറ്റു കാര്യങ്ങളും ആ മേഖലയിലുള്ള വഴിയെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. എല്ലാം കൃത്യമായി അവർ ചെയ്യുന്നു. ഈ രാജ്യത്തിൻ്റെ ഭടന്മാരാണ്. അവർ വ്യക്തമായി പരിശീലിച്ചിരിക്കുന്നു ശത്രു കീഴടക്കാതിരിക്കാൻ. അങ്ങനെയാണെങ്കിൽ ഒരു ക്രിസ്ത്യാനി അവൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി പ്രാക്ടീസ് ചെയ്യണം. ക്രിസ്തീയ ജീവിതം പ്രാക്ടീസ് ചെയ്യണം. അതിനുവേണ്ടി പ്രിയമുള്ളവരെ ശരീരം ചില പോയെന്നിരിക്കും, ചിലപ്പോൾ നമുക്ക് ചില നഷ്ടങ്ങൾ സംഭവിച്ചെന്നിരിക്കും, കഷ്ടങ്ങളുണ്ടാവും. എങ്കിലും എന്ത് ചെയ്യണം? നമ്മൾ ഇത് ഫോളോ ചെയ്യണം. ക്രിസ്തീയ ജീവിതം ഫോളോ ചെയ്ത് പഠിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ ക്രിസ്തീയ ജീവിതം ഫോളോ ചെയ്യാനുള്ള തീരുമാനമെടുക്കണം. അപ്പോൾ നമുക്ക് വേറൊരു പ്രതിസന്ധി വരും. എന്താണ്? ഇതാ ഞാൻ വിശ്വസിക്കുന്നു, യേശുവിനെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ എന്നെ പലതും തടസ്സപ്പെടുത്തുന്നു. എന്താ തടസ്സപ്പെടുത്തുന്നത്? എൻ്റെ മാനസികാവസ്ഥ എന്നെ തടസ്സപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് മനസ്സ് മാറാതെ, മാനസികാവസ്ഥയിൽ ചേഞ്ച് വരാതെ ദൈവരാജ്യം കിട്ടാൻ പോകുന്നില്ല. തൂത്തുട്ടി വരുന്നുണ്ട്, പള്ളി നല്ലതാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ മാനസികാവസ്ഥയ്ക്ക് പിന്നെ അനേകർക്ക് അനുഗ്രഹം കിട്ടുന്നു, നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവുകയില്ല. നിങ്ങളുടെ മാനസികാവസ്ഥയ്ക്ക് നിങ്ങൾ എന്നും മാറ്റം വരുത്തുന്നോ അന്ന് മുതൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇതാ പ്രവർത്തിച്ചു. അന്ന് നിങ്ങൾക്ക് യേശുവിനെ വിശ്വസിച്ച് തുടങ്ങാൻ പറ്റും. അന്ന് നിങ്ങൾക്ക് ദൈവാനുഭവം ഉണ്ടായി തുടങ്ങും നിങ്ങളിൽ തന്നെ. അതുകൊണ്ടല്ലേ ആർക്കും കാണാൻ പറ്റാത്തത് ഓരോ വ്യക്തിയും പറയുമ്പോഴാണ് മറ്റുള്ള ആൾക്ക് മനസ്സിലാകുന്നത് ഇവന് കിട്ടിയ ദൈവാനുഗ്രഹം. ഞാൻ തന്നെ പറയുമ്പോൾ അത്ഭുതപ്പെടാറുണ്ട്. ചില മനുഷ്യർ വഴി വെച്ച് എന്നെ കണ്ടിട്ട് പറയും, തിരുമേനി ഞാൻ ഇതാ ചാലുട്ടിയുടെ പ്രസംഗം കേൾക്കാറുണ്ട്, ഞാനത് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, എനിക്ക് ഭയങ്കര അനുഗ്രഹം. അപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ അനുഗ്രഹമുണ്ടോ? കാരണം എന്താണ്? അവൻ ഫോളോ ചെയ്യുന്നു, അവൻ അനുഗ്രഹം. ഞാൻ ഫോളോ ചെയ്താൽ എനിക്ക് അനുഗ്രഹം, നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അനുഗ്രഹം. ഓരോ വ്യക്തിക്കും ഉള്ളിൽ ദൈവരാജ്യം ദൈവം സംസ്ഥാപിച്ചിട്ടുണ്ട്. ആ രാജ്യം വികസിപ്പിക്കണം. അതിനു വേണ്ടിയുള്ള മാർഗം മാനസാന്തരം. അപ്പോൾ നമ്മുടെ മനസ്സിന് ഒരു നിലപാടുണ്ട്, ഒരു കാഴ്ചപ്പാടുണ്ട്, ഒരു മനോഭാവമുണ്ട്. ഇത് എവിടുന്നോ നമ്മളിൽ വന്ന് കയറിയതാണ്. കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ നമ്മൾ 1-ാം ക്ലാസ്സിലേക്ക് കൊച്ചിനെ വിട്ടു. നിങ്ങളെ വിട്ടപ്പോൾ അമ്മ ഒരു കല്ലുമനസ്സിലും ഒരു
ഒരു പെൻസിലും തന്നിട്ടുണ്ട്, ഒരു സ്ലേറ്റ്. കൊച്ചു 2 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നപ്പോൾ കയ്യിലിരിക്കുന്ന പെൻസിൽ കാണുന്നില്ല. അമ്മ ചോദിച്ചു, എന്ത് ചെയ്യണം നിൻ്റെ കയ്യിലിരുന്ന പെൻസിൽ? ഉടനെ കൊച്ചു പറഞ്ഞു, അത് അപ്പുറത്തെ ഷാൻഡു എന്നോട് ചോദിച്ചു, ഞാൻ ഷാൻഡുവിന് കൊടുത്തു ആ പെൻസിൽ. വൃത്തി കഷ്ടപ്പെട, നിൻ്റെ അപ്പൻ എന്ത് കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ പെൻസിൽ മേടിച്ചോണ്ട് വരുന്നു. അടുത്ത പെൻസിലോട്ട് എടുത്ത് കൊടുത്തു. അവനത് കൊണ്ടുപോയിട്ട് ഇതാ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, അപ്പുറത്തെ ഷാൻഡി എന്നോട് ഈ പെൻസിൽ. അവിടെ പെണ്ണുങ്ങൾക്ക് ആവശ്യമില്ലാതെ പെൻസിൽ കൊടുത്തു പോരുകയാണ് നിൻ്റെ പരിപാടി. മേലാൽ നിനക്ക് കിട്ടിയിരിക്കുന്ന സാധനം നീ ഉപയോഗിച്ചോണം, മേലാൽ ആർക്കും കൊടുക്കരുത്. നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചു. ഇതാ 4 ബിസ്ക്കറ്റും കൈപ്പിടിച്ചോണ്ട് കൊച്ച് ബിസ്ക്കറ്റ് കിട്ടിയ ഉടനെ എന്ത് ചെയ്തു? അടുക്കളയിൽ ബിസ്ക്കറ്റ് കിട്ടിയ ബിസ്ക്കറ്റ് കൈപ്പിടിച്ചോണ്ട് അയലോകത്തെ മുറ്റത്തോടാണ് കൊച്ച് ഓടിയത്. പണ്ട് കാലത്തെ കാര്യമാണ് പറയുന്നത്. ഇപ്പം മതിൽ കാരണം ഓടാൻ പറ്റില്ലല്ലോ, പട്ടിക്കൂടിൻ്റെ വാതിലോട്ടോ ഓടുന്നത്. ഇതാ അപ്പുറത്തെ വീടിൻ്റെ വാതിക്കലേക്ക് ഓടി പറഞ്ഞു, ഇവിടെ തിന്നേച്ച് പോയാൽ മതി, അല്ല ദരിദ്രവാസി മേടിച്ച് തിന്നും. ഇതുകൊണ്ട് കൊച്ചിന് മനസ്സിലായി എന്താണ് ഒരു മനസ്സവൻ രൂപപ്പെടുത്തി. എന്താണ്? ഒരുത്തിനൊന്നും കൊടുക്കാൻ പാടില്ല. ഒരു ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അകത്ത് കയറി നിന്ന് തിന്നേച്ച് മുഖവും കഴുകിയേച്ചേ പോകാവുള്ളൂ. മണം വരുമ്പോൾ അയലോകക്കാരൻ ചോദിക്കും, എന്നാടാ നീ നിന്നത്? ബിസ്ക്കറ്റ് കൊണ്ടോടാ. അമ്മ പറഞ്ഞു, ആർക്കും കൊടുക്കരുത്. ഈ മനസ്സ് രൂപപ്പെടുത്തിയതാരാ? അപ്പനും അമ്മയും രൂപപ്പെടുത്തി. ഈ മനസ്സ് ഈ കൊച്ച് ഉൾക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഈ കൊച്ചും ഈ അപ്പനും അമ്മയും ഒന്നിച്ചു പോകണമെങ്കിൽ ഒരു കോംപ്രമൈസ് ആവശ്യമാണ്. ഒന്നുകിൽ അപ്പനും അമ്മയും ഫോളോ ചെയ്തത് ഞാൻ വിശ്വസിച്ച് പോരുക. അങ്ങനെയാണെങ്കിൽ ഇവൻ തനി സ്വാർത്ഥൻ, ഇവന് ദൈവരാജ്യം പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? അപ്പനും അമ്മയും പറഞ്ഞത് തെറ്റ്, യേശു പറഞ്ഞത് ശരി, അല്ലെങ്കിൽ ഇതാ മറ്റുള്ളവർ പറഞ്ഞത് ശരി മനസ്സിലാക്കി. അതുകൊണ്ട് ഇനി തന്തയും തടയും പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? ബന്ധം തകരും. അപ്പനും അമ്മയായിട്ടുള്ള ബന്ധം തകരും. അമ്മയൊരു കാഴ്ചപ്പാടിരിക്കുകയാണ്, ആർക്കും ഒന്നും കൊടുക്കരുത്. കൊച്ച് ആ കാഴ്ചപ്പാട് തന്നെ സ്വീകരിച്ചാൽ ഇവൻ ദൈവരാജ്യത്തിൽ കയറുക. ഇനി ഇവൻ ദൈവരാജ്യത്തിൽ കയറണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പൻ്റെ അമ്മയുടെയും കാഴ്ചപ്പാട് കൊച്ച് പൊളിച്ചെഴുതണം. അതോടുകൂടി കൊച്ചിനെ അപ്പനും അമ്മ എന്ത് ചെയ്യും? പുറന്തള്ളും. അനുസരണം കെട്ടവൻ, മുടിയനായ പുത്രൻ, അനുസരണം കെട്ടവൻ, ആർക്കും ഒന്നും കൊടുക്കുക, എല്ലാവർക്കും എല്ലാം പങ്കുവെച്ച് തീരുന്നവൻ, ഇങ്ങനത്തെ പേര് കിട്ടും. ഇങ്ങനത്തെ ഒരു മനുഷ്യനാകാൻ, എല്ലാവരും തിരസ്കരിക്കപ്പെടുന്ന ഒരു മനുഷ്യനാകാൻ, ഞാൻ ഉൾക്കൊള്ളുന്ന സമൂഹത്തിൽ നിന്ന് തിരസ്കരിക്കപ്പെടുന്ന ഒരു മനുഷ്യനാകാൻ ആരെ ഇഷ്ടപ്പെടുക? അതുകൊണ്ട് പ്രിയമുള്ളവരെ, സഭാജീവിതത്തിലൊക്കെ യഹൂദ സമൂഹത്തിൽ യേശു പറഞ്ഞ് മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? യഹൂദന്മാരെല്ലാം കൂടി ഉണ്ടാക്കി വെച്ച ഒരു കാഴ്ചപ്പാടുണ്ട്, ഒരു മനോഭാവമുണ്ട്. അത് വിട്ട് ഞങ്ങളൊരു കളിക്കുകയില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരു സമൂഹത്തിൽ കർത്താവ് പറഞ്ഞു, ഈ മാനസികാവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യം അനുഭവമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മളൊക്കെ ഓർക്കുക, നമ്മുടെയൊക്കെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ചില കാഴ്ചപ്പാടുകളുണ്ട്. അത് പൊളിച്ചെഴുതപ്പെടേണ്ട കാഴ്ചപ്പാടാണ്. ഞാനതുകൊണ്ടാണ് ഈ ദേവാലയം ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര സഭയിൽ നിന്ന് ഇവിടെ ആളുകൾ വരുന്നുണ്ട്, എത്ര സഭയിൽ. ആർക്കെങ്കിലും തോന്നിയോ ഏതെങ്കിലും കാലത്ത് ഇതിനകത്ത് കയറി വന്നപ്പോൾ പ്രിയമുള്ളവർ ഞങ്ങളുടെ സഭയുടെ അല്ലല്ലോ? തോന്നാറില്ല. ഞങ്ങളുടെ സഭയുടെ സ്ഥാപനമല്ലെന്ന് ആർക്കെങ്കിലും തോന്നാറുണ്ട്? എല്ലാവർക്കും ഇവിടെ വരുമ്പോൾ തോന്നുന്ന ഒരു കാര്യം എന്താണ്? ഇത് ഞങ്ങളുടെ സ്ഥാപനം. സത്യത്തിൽ നിങ്ങളുടെ സ്ഥാപനമാണ് പ്രിയമുള്ളവർ. ഒരു കുടക്കീഴിൽ ഇത്രയും സഭകളിൽ നിന്ന് വന്നിരിക്കുന്നു. ഓർത്തഡോക്സ് സഭയിലുണ്ട്, യാക്കോബായ സഭയിലുണ്ട്, കത്തോലിക്ക സഭയിലെ ആളുകൾ വരുന്നുണ്ട്, CSI സഭയിൽ നിന്ന് ആൾ വരുന്നുണ്ട്, എല്ലാ മർത്തോമാ സഭയിൽ നിന്ന് ആൾ വരുന്നുണ്ട്, കനാനായ സമൂഹത്തിൽ നിന്ന് അനേകം ദൈവമക്കൾ വരുന്നു. അങ്ങനെ എത്രയോ ദൈവമക്കൾ വരുന്നു. അവർക്കെല്ലാം ഇതാ ഒരു കുടക്കീഴിൽ ഒന്നിച്ചിരിക്കാനായിട്ട് സാധിക്കുക. ഇതാണ് പ്രിയമുള്ള ഒരു ദൈവരാജ്യത്തിൻ്റെ ആദ്യത്തെ പടിയാണ്. അപ്പോൾ തെറ്റായ ഒത്തിരി മനോഭാവങ്ങളും കാഴ്ചപ്പാടുകളും ഓരോ മേഖലയിലും സ്വാർത്ഥപരമായി നമ്മുടെ ഉള്ളിൽ സമൂഹം തള്ളിക്കയറ്റി വച്ചിരിക്കുക. നാം പൊളിച്ചെഴുതേണ്ടത് ഈ കാഴ്ചപ്പാടുകളെയാണ്. ഇതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഈ കാഴ്ചപ്പാടുകളെ പൊളിക്കുന്നതിനാണ് പറയുന്നത് മാനസാന്തരം. ഇന്നലെ വരെ സൂസമ്മ സാക്ഷ്യം പറഞ്ഞു. നിങ്ങൾക്കത് മുഴുവൻ മനസ്സിലായില്ലെന്ന് എനിക്ക് മനസ്സിലായി. പറഞ്ഞത് ഇതാണ്. എന്താണ്? സൂസമ്മ ഇതാ ധ്യാന കേന്ദ്രത്തിൽ വരുന്ന കാലത്ത് ആംഗളയുമായിട്ട് അടിപിടിയും കേസുമായിരുന്നു. അതാണ് സംഭവം. അങ്ങനെ ഒരാളെ ഇവിടെ സത്യത്തിൽ പ്രിയമുള്ളവരെ ശുശ്രൂഷയ്ക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പാടില്ലാത്ത ഞാൻ എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞു,
ദൈവരാജ്യ ശുശ്രൂഷകയാകാൻ പറഞ്ഞു. എന്തിനാണെന്നറിയാമോ? പ്രിയമുള്ളത്, ഈ ചെയ്യുന്ന പ്രവർത്തനം മോശമാണെന്നുള്ളതല്ല, മറിച്ച് ഇതിനകത്ത് കയറി നിന്ന് കേട്ട് കുറേ നാൾ കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പഠിക്കും. അപ്പോൾ ഞാൻ കുറേ നാൾ കഴിയുമ്പോൾ എന്ത് ചെയ്തു? പ്രാർത്ഥിക്കണമെന്ന് മനസ്സിലായി. ആങ്ങളൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മനസ്സിലായി. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്നേരം ബദ്ധശത്രുക്കളായി. ക്രമേണ പ്രാർത്ഥനയുടെ ഫലമായി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു, സ്നേഹത്തിലായി. ഇത് വർഷങ്ങൾ കൊണ്ട് ഉണ്ടായ ദൈവരാജ്യ അനുഭവമാണ്, സംസ്ഥാപനമാണ്. ഒരു ദിവസം കൊണ്ട് സാധിച്ചെന്ന് വരിക. ഇതുപോലെ ദൈവരാജ്യ സംസ്ഥാപനത്തിന് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ സാധിക്കുകയില്ല. ചിലപ്പോൾ ഒരു ജീവിതായുസ് തന്നെ വേണ്ടി വരും. മുതൽ മുടക്കേണ്ടി വന്നെന്നിരിക്കാം ചില സ്ഥലങ്ങളിൽ ദൈവരാജ്യം സംസ്ഥാപിക്കാൻ. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവരാജ്യം സംസ്ഥാപിക്കാൻ നമ്മളെ കൊണ്ടാവണം. അതിന് ദൈവരാജ്യത്തിന് നിയമം നമ്മൾ പാലിക്കണം. 2 നിയമമുണ്ട്. ലോകത്തിന് നിയമമുണ്ട്, നമ്മൾ നിയമത്തിന് കീഴിലല്ല. പിന്നെന്താണ്? കൃപയ്ക്ക് കീഴിൽ. എന്താ ഈ നിയമത്തിന് കീഴിലല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലെത്ത. നിയമത്തിന് കീഴിലാണെന്ന് പറഞ്ഞാൽ എന്താ ഇതിനർത്ഥം? ഉദാഹരണത്തിന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, രാവിലെ പാമ്പാകട പ്രാർത്ഥന നിങ്ങൾ കൃത്യമായി ചൊല്ലണം. എന്തിനാണ്? ആ പ്രാർത്ഥനകൾ ചൊല്ലിക്കഴിയുമ്പോൾ അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്, ദൈവസ്തുതിപ്പുകളുണ്ട്, ആരാധനയുണ്ട്. അങ്ങനെ ദൈവവുമായി സംസർഗത്തിൽ എത്തിച്ചേരാൻ ആവശ്യമായ പലതുമുണ്ട്. ഇതിനാണ് ഇത് ചൊല്ലണമെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളെന്ത് ചെയ്തു? ഇത് കൃപയ്ക്ക് കീഴിലുള്ളവൻ എന്ത് ചെയ്യും? രാവിലെ എഴുന്നേറ്റ് ആ പുസ്തകം തുറക്കുമ്പോൾ ഓരോ വാക്കും അവനെ ആകർഷിക്കും. അതുകൊണ്ട് അവനത് വളരെ പ്രാർത്ഥനാപൂർവ്വം ചൊല്ലിക്കഴിയുമ്പോൾ അവൻ മനസ്സമാധാനം കിട്ടും. നിയമത്തിന് കീഴിൽ കഴിയുന്നാൽ എന്നാ പറ്റും? പ്രാർത്ഥന തികച്ചിട്ട് വേണം പുറത്തിറങ്ങാൻ. അത് നിയമമാണ്. അവനങ്ങോട്ട് തുടങ്ങും. എന്താണ് പ്രാർത്ഥിക്കുന്നത്? അവൻ ഉറക്കമില്ലാതെ ആരും കേട്ടില്ലെങ്കിൽ ആ ഭാഗം പകുതിയെ വിടും. അവനെങ്ങനെയെങ്കിലും ചെല്ലിത്തീർക്കും. അവൻ്റെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന ഇതാ നിയമമാണ്, കൃപയാണ്. വെറും നിയമമാണ്. ഉണ്ടോ? വെറും നിയമമാണ്. ഞാനിപ്പോൾ ഇവിടെ തൂത്തുകൂട്ടി ധ്യാനിക്കുന്നത് പല നിയമങ്ങളും വെച്ചിട്ടുണ്ട്. നിയമം വെക്കുന്നത് എന്തിനാണ്? പ്രിയമുള്ള പാലിക്കാത്തത് കൊണ്ട്. അപ്പം ഞാൻ പറയും, കസേര ഇന്നയാൾ എഴുതിട്ടോണം. 1:30 മണിയാകുമ്പോൾ കസേര നിരത്തിയിരിക്കണം, ഇന്നയാൾ. പിന്നെ ഇത്ര മണിയാകുമ്പോൾ ഇന്നയാൾ മൈക്ക് സെറ്റ് കാര്യങ്ങൾ ഇവിടെ എത്തിക്കണം. ഇത്ര മണിയാകുമ്പോൾ വീഡിയോയും സാധനം ഇവിടെ വന്നിരിക്കണം. ഇതെല്ലാം നിയമമാണ്. ഞാനങ്ങോട്ട് ഇവിടെ ഇല്ലാതെ ഞാൻ UK പോയിരിക്കുന്ന സമയത്ത് ഇതാ ഇവിടെ 2 മണിയായിട്ട് കസേര നിരന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നിയമത്തിന് കീഴിലാണ്, കൃപയ്ക്ക് കീഴിലാണ്. നിയമത്തിന് കീഴിൽ. കാരണം എന്താ? നിയമം വെച്ചിരിക്കുന്ന പാർട്ടി ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? എല്ലാം ഇതാണ്. അപ്പോൾ അത് നിയമത്തിന് കീഴില്ല, കൃപയ്ക്ക് കീഴിലല്ല. കൃപയ്ക്ക് കീഴെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാ ആന്തരികമായ പ്രചോദനം. ഞാനത് ചെയ്തില്ലെങ്കിൽ അവിടെ 2 മണിക്ക് ആൾ വരുമ്പോൾ ഇരിക്കാൻ കസേര ഉണ്ടാവില്ലല്ലോ. അവർ പിന്നെ അന്വേഷിച്ച് നടക്കേണ്ടി വരികയില്ലേ? ഈ ചിന്തയാണ് പറയുന്നത്, കൃപയ്ക്ക് കീഴിലുള്ളവരുടെ ചിന്ത. അതുകൊണ്ട് ഞാൻ ചെയ്തേ മതിയാകും, ഞാൻ ചെയ്തേ മതിയാകും. ഇങ്ങനത്തെ ഒരു ചിന്തയോടും ഞാൻ ചെയ്തേ മതിയാകും, ഞാനാണ് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്, എൻ്റെ ഡ്യൂട്ടിയാണിത്. ഇങ്ങനൊരു ചിന്ത അവനെ കൊണ്ട് വലയം ചെയ്തിട്ട് ദൈവത്തിന് വേണ്ടി അവനോട്ട് ഇറങ്ങി പുറപ്പെടുക. അവന് കൃപയ്ക്ക് കീഴിൽ വരിക എന്ന് പറയും. കൃപയ്ക്ക് കീഴിൽ വരിക. മറ്റേത് നിയമത്തിന് കീഴിലാണ്. ഒരു ദേവാലയത്തിൽ ഒരു പുരോഹിതനെ വിടുക. ഞാനിപ്പോൾ ഒരു അച്ഛനെ വിട്ടു. അച്ഛനോട് 8 മണിക്ക് കുർബാന, ഇതാ 9 മണിക്ക്, അല്ല 8 മണിക്ക് നമസ്കാരം, 9 മണിക്ക് കുർബാന, 10:30 തീർത്തു. 10:30 തീർത്തു. എല്ലാം കറക്റ്റായിട്ട് തീർത്തു. കുത്തേ കോമ പിന്നെ എല്ലാം തീർത്തു കറക്റ്റായിട്ട്. തക്സ കറക്റ്റായിട്ട് മടക്കി എല്ലാം അടുക്കി പെറുക്കി. അതിനുശേഷം ഇതാ തിരുമേനി ഏൽപ്പിച്ചത് 8 മണി മുതൽ 10:30 മണി വരെയുള്ള സമയമാണ്. 10:30 കഴിഞ്ഞപ്പോൾ ബൈക്ക് സ്റ്റാർട്ടാക്കി ഇങ്ങോട്ട് പോകും. ഉടനെ ഒരു രോഗി വന്നിട്ട് പറയും, ഞങ്ങളുടെ വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിക്കും. അന്നേരം പറഞ്ഞു, തിരുമേനി എന്നെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ നിയമത്തിന് കീഴിലോ കൃപയ്ക്ക് കീഴിലോ? എന്തിനു കീഴിൽ? നിയമത്തിൻ്റെ കീഴിൽ. നമ്മുടെ സഭാ സമൂഹം ഇന്ന് പ്രവർത്തിക്കുന്ന നിയമത്തിൻ്റെ കീഴിലോ കൃപയ്ക്ക് കീഴിലോ? എവിടെയുള്ളവർ? ഒരു പാവപ്പെട്ടവൻ, ഞാൻ ഓർക്കുകയാണ്, ഞാനൊരിക്കലും വീട്ടിൽ ചെന്നു. ഞാൻ ചോദിച്ചു, ഇവരുടെ പേരെന്താണ്? അമ്മ പറഞ്ഞു ഒരു പേര് പറഞ്ഞു. ഞാൻ ചോദിച്ചു, മാമോദീസ പേരെന്താണ്? അങ്ങനെ പറഞ്ഞു, മാമോദീസ മുക്കിയിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു കാര്യമല്ല. അങ്ങനെ പറഞ്ഞു, ആ തള്ളയകത്തുനിന്ന് കരഞ്ഞു, വെള്ളാറുടെ കണ്ണ് പറഞ്ഞു. കാര്യം എന്താണെന്നറിയോ? അപ്പം കുടിയനാണ്, അതുകൊണ്ട് പള്ളിയുടെ കുടിശ്ശിക അടച്ചിട്ടില്ല.
പല പ്രാവശ്യം അമ്മയും പിള്ളേരും ചെന്ന് പറഞ്ഞു മാമോദീസ ഒന്ന് നോക്കി തരാമോ. അന്നേരം പറഞ്ഞു കുടിശ്ശിക അടയ്ക്കാതെ പറ്റുകയില്ല, കുടിശ്ശിക അടയ്ക്കാതെ സമ്മതിക്കുകയില്ല എന്ന് പള്ളിയുടെ നിയമം. കൊച്ചിന് 2 കുഞ്ഞുങ്ങൾക്ക് മാമോദീസ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ആ ദേവാലയം കൃപയ്ക്ക് കീഴിലോ ആ ദേവാലയം നിയമത്തിന് കീഴിലോ? ആരുടെ കീഴില്ല? നിയമത്തിന് കീഴിൽ. പ്രിയമുള്ളവർ, നമ്മുടെ പോക്ക് എങ്ങോട്ടാണ്? കുറേ നിയമങ്ങളും ചട്ടങ്ങളുമായി പോവുക എന്നൊക്കെ പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടിക്കും അതുപോലെ രാജ്യങ്ങൾക്കുണ്ട്. പിന്നെന്തിനാ സഭ? സഭ എന്ന് പറയുന്നത് ദൈവകൃപ കൊണ്ട് നിറയേണ്ടതാണ്. ദൈവകൃപയുടെ മാനദണ്ഡം സ്നേഹമാണ് പ്രിയമുള്ളവർ. അതുകൊണ്ട് നിയമങ്ങളുടെ അടിസ്ഥാനം സ്നേഹമായി പൊളിച്ചെഴുതപ്പെടണം. അതുകൊണ്ടല്ലേ യേശു ക്രിസ്തു പറഞ്ഞ ചില ഉപമകളൊക്കെ, സമരിയാക്കാരൻ്റെ ഉപമയൊക്കെ ഇങ്ങനെ കർത്താവ് പറഞ്ഞത്. യഹൂദനും സമരിയാക്കാരനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതിരിക്കും ഒരു സമരിയാക്കാരൻ്റെ കഥ പറഞ്ഞ് അത് സ്വന്തം ജീവിത ചരിത്രത്തിൽ എഴുതി വെക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് ഓർക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പള്ളിയിൽ അവരെന്നെ ധ്യാനത്തിന് വിളിച്ചു. ധ്യാനത്തിന് ചെന്ന് കഴിഞ്ഞാൽ പ്രിയമുള്ളവർ, അവിടെ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് ധ്യാനം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കൊച്ചുകുട്ടികൾക്ക് ഒരു സ്ഥലത്ത്, ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ടീനേജുകാർക്ക് അപ്പുറത്തെ ഹാളിൽ, വലിയവർക്കെല്ലാം കൂടെ ധ്യാനം വേറെ. 100 കണക്കിന് ആളുകൾ പള്ളി നിറഞ്ഞിരിക്കുന്നു. അപ്പുറത്ത് ടീനേജുകാർ, പള്ളി നിറച്ച് ടീനേജുകാരൻ. അതിനപ്പുറത്ത് എനിക്ക് ഏതാണ്ട് രാത്രി പോലെ ആയിപ്പോയി പ്രിയമുള്ളൂ. ഇതുവരെ എല്ലാവരും കണ്ടിട്ട് ഇതാരെയാണ് പിടിക്കേണ്ടതെന്ന് അറിയാൻ പറ്റും. ഞാൻ വട്ടം കൂടാൻ തുടങ്ങി. ഞാൻ ആദ്യം ചാടി പള്ളിയിൽ കയറി ചെറിയ പ്രാർത്ഥന നടത്തിയ ഒരു അച്ഛനെ തള്ളി കൊണ്ടുവന്നു. ഇവിടെ കൈകാര്യം ചെയ്യണം. ഞാൻ അങ്ങോട്ട് വിടുവന്നു. ഞാൻ അവിടെ ചെന്ന് ടീനേജുകാർക്ക് 2 ധ്യാനമൊക്കെ എടുത്ത് കഴിഞ്ഞ് ഉച്ചയായി. അവിടെ നിന്ന് ഒരൊറ്റ ചാട്ടത്തിന് ഞാൻ ഇവിടെ വന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പിള്ളേരുടെ പോയി. അങ്ങനെ ശരിക്കും പറഞ്ഞ ഒരു ആഘോഷമായിരുന്നു. സത്യത്തിൽ ആത്മാക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഒരാഘോഷം തന്നെയായിരുന്നു ധ്യാനമെല്ലാം കഴിഞ്ഞു പോയി. ഇന്നലെ ആ പള്ളിയിൽ നിന്ന് ഒരാൾ ഇവിടെ വന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പള്ളിയിലെ ധ്യാന സെറ്റപ്പൊക്കെ എന്നാ സെറ്റപ്പാണ്. ആ അച്ഛനെ ഒന്ന് സമ്മതിക്കണം. എല്ലാം കൃപയിലാണ് അച്ഛൻ അതെല്ലാം കൈകാര്യം ചെയ്യുക. എന്നാൽ പറഞ്ഞ അച്ഛനെ സ്ഥലം മാറിയെന്നു. ഞാൻ ചോദിച്ച കാര്യം എന്നാ? ഓർത്തഡോക്സിലെ അച്ഛന് വന്നപ്പോൾ ധൂപം വെക്കാനായിട്ട് ധൂപിട്ട് കൊടുത്താണ് ഒരു കാരണം. അവിടെ ഏതോ ഒരു അച്ഛൻ കയറി വന്ന് അച്ഛൻ അവിടെ അവരുടെ ധൂപിട്ട് കൊടുത്തു. ആ ധൂപം വെച്ചതിന് എന്ത് ചെയ്തു? അച്ഛനെ പള്ളിക്കാർ പായ്ക്ക് ചെയ്ത് എന്ത് ചെയ്തു? ആ മംഗളയാൻ അയക്കുന്നത് പോലെ ചൊവ്വായ്ക്ക് വിട്ടു. കൃപയ്ക്ക് കീഴിലോ നിയമത്തിന് കീഴിലോ ആ സംവിധാനം നിലനിൽക്കുന്നത്? എവിടെ നിൽക്കുന്നത്? നിയമത്തിന് കീഴിൽ, കൃപയ്ക്ക് കീഴിലല്ല. കൃപയ്ക്ക് കീഴിൽ നിൽക്കുന്നിടത്ത് മാത്രമേ ദൈവ സാന്നിധ്യം ഉണ്ടാകും. മറ്റതൊക്കെ ഭാരമായി മാറി. യഹൂദ സമൂഹം ലോകത്തിന് ഭാരമായി മാറി, ലോകത്തിന് വലിയ ഭാരമായി മാറി. ആ ഭാരം ചുമക്കാൻ പറ്റാതെ വിഷമിച്ച സമൂഹത്തിൻ്റെ മധ്യത്തിലേക്കാണ് ക്രിസ്തു ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. സമരിയാക്കാർക്ക് സ്ത്രീക്ക് കൊടുത്തു ദൈവരാജ്യം. നിയമപ്രകാരം യഹൂദന് സമരിയാക്കാർക്ക് മിണ്ടാൻ പോലും പാടില്ല. സംസാരിച്ചവൻ പകർന്നു കൊടുത്തുകൂടിയുള്ളവരെ ദൈവരാജ്യം അവൾക്കും കൊടുത്തു. അവളോടി തെളിയിച്ചതിൻ്റെ ഈ സമരിയാക്കാരോട് പറഞ്ഞു, ഞാൻ ദൈവപുത്രനെ കണ്ടെത്തിയിരിക്കുന്നു, നിങ്ങൾക്കും കാണാമെന്ന്. ഒരു വലിയ സമൂഹത്തെ അവൾ നേതൃത്വം കൊടുത്ത് കൂട്ടിക്കൊണ്ടുവന്നു. ഒരു വലിയ സുവിശേഷകയായി മാറി സമരിയാക്കാരത്തെ സ്ത്രീ. ഒരു വലിയ സമൂഹത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് അവൾ യേശുവിൻ്റെ മുമ്പിൽ വന്നു. അതിനുശേഷം അവരെല്ലാം പറഞ്ഞു, സമരിയാക്കാരത്തെ സ്ത്രീയോട് ആ ജനം പറഞ്ഞ കാര്യം, നീ പറഞ്ഞത് കേട്ടാണ് ഞങ്ങൾ വിശ്വസിച്ചിരുന്നത്, ഞങ്ങളിപ്പോൾ നേരിൽ കണ്ട് വിശ്വസിച്ചു. അവൾ പുറത്തായി. യഥാർത്ഥ സുവിശേഷങ്ങളുടെ ലക്ഷണമാകുകയുള്ളവർ യേശുവിനെ ഒരു മനുഷ്യൻ സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മൾ പുറത്താക്കപ്പെടണം. നമ്മൾ അവരുടെ ലൈഫിൽ നിന്ന് പുറത്താകണം. എന്നിട്ട് ക്രിസ്തുവും അവരും തമ്മിലുള്ള അഭേദ്യ ബന്ധത്തിൽ അവർ ജീവിച്ചു പോകട്ടെ. ഇതാണ് ആ സമരിയാക്കാരി സ്ത്രീ. ഇങ്ങനൊരു തുറവി, ദൈവരാജ്യ തുറവി സമരിയാക്കാരത്തേക്ക് കിട്ടിയതുകൊണ്ടാണ് സമരിയാക്കാരത്തിയെ നിയമങ്ങൾക്കപ്പുറത്തെ കൈപിടിച്ച് സ്വീകരിക്കാൻ തയ്യാറുള്ള ഒരു ക്രിസ്തു കൃപയുടെ ലോകത്തിലേക്കാണ് വലിച്ചു കയറ്റാൻ സാധിക്കും. ക്രിസ്തു സ്നേഹത്തിൻ്റെ ലോകത്തിലേക്ക് വലിച്ചു കയറ്റാൻ ഇടയായ ക്രിസ്തു കൂടി ഉണ്ടായിരുന്നു. ഇതുപോലെ നമ്മളുടെ ജീവിതം തുറക്കപ്പെടേണ്ട വലിയ മേഖലകൾ കിടക്കുക. രോഗികൾ, പീഡനം അനുഭവിക്കുന്നവർ, വേദനിക്കുന്നവർ, അങ്ങനെ ഒത്തിരി നിയമമുണ്ട്. ഞാനൊരിക്കലും ഈ അടുത്ത കാലത്ത് ഒരമ്മയും ഒരു പെണ്ണും കൂടെ ഇവിടെ കയറി. നിയമം അനുസരിച്ചാണ് ഒരു കാര്യം കൂടെ നടക്കുക. നിയമം അനുസരിച്ച് പെണ്ണുകൂടെ വന്നിട്ട് പറഞ്ഞു, ഞാൻ BSc നഴ്സിംഗ് പാസ്സായതാണ്, എനിക്ക് 80,000 രൂപ ഫീസ് തിരിച്ചടയ്ക്കാനാണ്. 1 വർഷമായിട്ട്
എന്നെക്കൊണ്ടത് സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ ഈ നേഴ്സിംഗ് കഴിഞ്ഞ് വെറുതെ വീട്ടിൽ നിൽക്കുക. അപ്പം ഞാനിവിടുത്തെ നിയമങ്ങളെല്ലാം എടുത്ത് പഠിക്കും. ഷെയറിംഗ് ദിശയുടെ നിയമം നോക്കി, പാലിയേറ്റീവിൻ്റെ നിയമം നോക്കി. ഒരു നിയമം അനുസരിച്ചും ഈ പെണ്ണിനെ രക്ഷിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു? നിയമങ്ങളെല്ലാം എടുത്തു മാറ്റി. എല്ലാ നിയമങ്ങളും എടുത്തു മാറ്റിയിട്ട് ഞാൻ അവരോട് അപ്പം ഞാൻ ചോദിച്ചു, ഇത്രയും നാൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് പറയാൻ? അങ്ങനെ പറഞ്ഞു, തിരുമയുടെ പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ടെന്ന് പറഞ്ഞാൽ കൊള്ളാവുന്നു. പിന്നെ ഈ ഇങ്ങോട്ട് കയറി വരുന്ന കാര്യം ഓർമ്മ പേടിയാണ്. ഈ ചുവന്ന ഉപ്പായ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഭയം തോന്നുന്നു. അങ്ങനെ ധൈര്യം സംബന്ധിച്ച ഒറ്റ ശ്വാസത്തിന് എന്നോട് ഇതെല്ലാം പറഞ്ഞു രണ്ടുപേരും കൊടുത്തേ. ഞാനിത് അങ്ങ് വിട്ടു. ഞാനിവിടുന്ന് ഒരാളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. ഞാൻ പറഞ്ഞു, അയലോകത്തൊക്കെ പോയൊന്ന് അന്വേഷിക്കണം ആദ്യം, ഇവരുടെ അവസ്ഥ എന്താണ്. അയലോകത്തൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞിട്ട് വന്ന് പറഞ്ഞു, ഇവരാരോട് ഇവരുടെ വേദനകൾ ഷെയർ ചെയ്യാൻ ഇവരിങ്ങനെ ഒതുങ്ങി കഴിയും. ഇതിനകത്ത് പുറത്തിറങ്ങാറില്ല, ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞു, അതിനകത്തേക്ക് നിങ്ങൾ നേരിട്ട് അങ്ങോട്ട് കയറി ചെന്ന് അവിടുത്തെ സിറ്റുവേഷനൊക്കെ ആദ്യം നോക്കുക, അവിടെ നേരിട്ട് സംസാരിക്കും. കയറിയ ആൾ തിരിച്ചറിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ ബാങ്കിൽ ലോണിൻ്റെ പലിശ അടയ്ക്കാൻ പോയതാണ്. പലിശ അടയ്ക്കാൻ വേണ്ടിയിട്ടിരുന്ന 6000 രൂപ ഞാൻ ആദ്യമേ അവിടെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മോളെ എനിക്കും ഇതുപോലത്തെ ഒരു മകളുണ്ട്. നിന്നെ കാണുമ്പോൾ ഈ കളറില്ലാത്ത വസ്ത്രവും ധരിച്ച് 1 ലക്ഷം 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപയുടെ വെടിയും പടക്കവും പൊട്ടി ചാരമായി വീഴുന്ന ഈ പള്ളിയുടെ അടുത്ത് നീ ഇങ്ങനെ ഒന്നുമില്ലാതെ തുണിയും പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാതിരിക്കുന്നത് കണ്ടിട്ട് ചങ്ക് കത്തുന്നു. അതുകൊണ്ട് ലോണിന് വെച്ചിരുന്ന പൈസ എടുത്ത് ആദ്യമേ കൊടുത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ 6000 ഞാൻ കൊടുത്തു, ഇനി നമുക്കിനി എന്തെങ്കിലും ചെയ്യാം. പ്രിയമുള്ളവരെ, ആ 80,000 രൂപ 20,000 രൂപ ബാക്കി മുഴുവൻ തുകയും ഞാൻ 40,000 രൂപ കൊടുത്തു. ബാക്കി ഇവിടുന്ന് കുറേയേറെ പൈസ കൊടുത്തു. ഇവിടുന്ന് എല്ലാവരും കൂടെ കളക്ട് ചെയ്തു കുറേയേറെ പണം. ഞാൻ ആരോടെന്ന് ചില നമ്മുടെ കൂടെയുള്ളവരോടാണ് ഞാൻ വലിയ പൈസ ഇങ്ങനെ പറഞ്ഞ് മേടിച്ച് കൊടുക്കും. ഇതുപോലുള്ള ആളുകൾക്കാണ് പറയുന്നത്. ആ മുഴുവൻ പൈസയും കൊടുത്ത് ആ കൊച്ചിപ്പോൾ ഇവിടെ ധ്യാനവും കൂടി ഇത് പുറത്ത് പോയി. പുറത്തല്ല, കേരളത്തിന് വെളിയിൽ പോയി രോഗിയെ. നിയമം വെച്ചാൽ ഇവിടെ കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ പള്ളി എന്തെങ്കിലും ശുശ്രൂഷ ആരംഭിച്ചാൽ 5-6 നിയമമുണ്ട്. ആർക്കും പിന്നെ ഇത് കിട്ടില്ല. എന്തിനേറെ നിയമങ്ങൾ ഒത്തിരി ഉണ്ട്, പക്ഷേ കൃപയില്ല. നാം നിയമത്തിൻ്റെ ലോകത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ ലോകത്തിലേക്ക് മാറണം, കൃപയുടെ ലോകത്തേക്ക് മാറണം പ്രിയമുള്ളവർ. എങ്കിലേ ദൈവരാജ്യ സംസ്ഥാപന സാധിക്കും. അതുകൊണ്ട് നിലപാടുകളിൽ മാറ്റമുണ്ടാകും. ഇന്നലകളിൽ നമ്മുടെ മനസ്സിൽ കയറിക്കൂടിയ ചില നിലപാടുകളുണ്ട്. ആ നിലപാട് പൊളിച്ചെഴുതപ്പെടണം. ആന്ധ്രയിൽ സുവിശേഷ പ്രസംഗത്തിന് വേണ്ടി അങ്ങോട്ട് ചെന്നില്ല. പ്രിയമുള്ളവരെ, ആളുകളെല്ലാം എന്ത് ചെയ്യണം? ഓരോ കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ ഓരോ കാര്യം അവരങ്ങ് കരയുക, സന്തോഷവും സമാധാനം. ഈ അടുത്ത കാലത്ത് സ്വീഡനിൽ നിന്ന് കുറേ പേര് പേഴ്സണലായിട്ട് പങ്കുവെക്കണമെന്ന് പറഞ്ഞ് അവർ വന്നിരുന്നു. ഓരോരുത്തരും കയറിയിട്ട് പുറത്തോട്ടിറങ്ങും, പുറത്തിരുന്നുണ്ട് കരച്ചിലോട് കരച്ചിൽ. കാരണം എന്താ? ദൈവരാജ്യം പകരാൻ പറ്റും. ആ കവയക്കാരനെ ധ്യാനം നടത്തി കഴിഞ്ഞാൽ എന്താണ്? പാറക്കെട്ട് തോട്ട വെക്കാനായിട്ടിരിക്കുന്ന ഒരു തമിഴുകാരൻ്റെ മാനസികാവസ്ഥയിലാണ്. എന്നാ പറഞ്ഞാൽ എല്ലാവരും ശരി ഇങ്ങനെ. പിന്നെ അടിയിലൊക്കെ വലിയ തമരൊക്കെ ഇപ്പം എന്താണ് പുതിയ മരുന്ന് ഇറങ്ങിയിട്ടുണ്ടെന്നാണ്, ഒഴിച്ചിട്ടേക്കുക, കുറേ ദിവസം കഴിയുമ്പോൾ പൊട്ടിക്കീറിക്കോളും. അങ്ങനെയാണ് ഞാൻ ഈ വചനമൊക്കെ പറഞ്ഞു കൊടുത്ത് വിടും. 5-10 വർഷം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ എഫക്റ്റായിട്ട് തിരിച്ചു വരുന്നത്. കടബാധ്യതയായി ബിസിനസ്സും പൊട്ടി ഭാര്യ തമ്മിൽ അടിപിടി കൂടി തിരിച്ചു വരുന്ന 10 വർഷം കഴിഞ്ഞ് മരുന്നൊഴിച്ച് വിടുക, അത്യാവശ്യം സുവിശേഷം പറഞ്ഞു വിടുക. 5-10 വർഷം കഴിയുമ്പോൾ തിരിച്ചു വരാൻ സാധ്യത ഉണ്ട്. ഇതാണ് നമ്മുടെ അവസ്ഥ. കാരണം എന്താ? പൊളിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തെറ്റായ ബോധ്യങ്ങളും കാഴ്ചപ്പാടുകളും ഉള്ളിൽ വെച്ച് അതിനെ ദൈവമായി ആരാധിക്കുന്നു. പ്രിയമുള്ളവർ, വിഗ്രഹാരാധനയ്ക്ക് തുല്യമായി ആരാധിക്കുക. ആ മാനസികാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, കണ്ണുകൾ അടയ്ക്കാം, സമയം അവസാനിച്ചിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ മനസ്സിനകത്തടങ്ങിലുള്ള തെറ്റായ കാഴ്ചപ്പാടുകൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ പകർന്നു കൊടുത്ത് ഓർത്തേ. ആർക്കൊന്നും കൊടുക്കരുതെന്ന് നിങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ കിടന്ന് അടിപിടി കൂടി അവരുടെ മനസ്സിൽ കുടുംബജീവിതത്തോട് പോലും അവർക്ക് വിരക്തി തോന്നി. എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? മറ്റുള്ളവരിൽ നിന്ന് സമ്പത്തും കൊടുന്ന് കൂട്ടിവെച്ചിട്ട് മോഷ്ടിച്ചത് കണ്ട് ആ കുഞ്ഞുങ്ങൾ പഠിച്ചിട്ടുണ്ട് മറ്റുള്ളവൻ്റെ ഇതൊക്കെ മോഷ്ടിക്കണമെന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ ഏതെങ്കിലും മാനസികാവസ്ഥ, തെറ്റായ മാനസികാവസ്ഥ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് പകരത്തക്ക രീതിയിൽ ഇന്നും വലിയ മതിലുകളായിട്ട് നിൽപ്പുണ്ട്. ചില തെറ്റായ കാഴ്ചപ്പാടുകൾ
ചിലപ്പോൾ മറ്റ് സഭകളോടുള്ള നിങ്ങളുടെ സമീപന രീതിയായിരിക്കും. മറ്റ് സഭകളിൽ നിന്ന് കുറ്റം പറയുന്നുണ്ടാകും. മറ്റ് സഭാ മേലധ്യക്ഷന്മാരെ നിങ്ങൾ അധിക്ഷേപിക്കുന്നുണ്ടാകും. ഓർക്കുക, നിങ്ങൾ നിങ്ങളുടെ കുഴി തോണ്ടുകയാണ്. നിങ്ങളുടെ ദേവാലയത്തിലെ വൈദികരെ വീട്ടിൽ നിന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഓർക്കുക, പുരോഹിതന്മാരിലുള്ള കുഞ്ഞുങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടും. നാളെ അവരുടെ നാവിൽ നിന്ന് വരുന്നൊരു വാക്കും കുഞ്ഞുങ്ങൾ വിശ്വസിക്കുകയില്ല. നിങ്ങളുടെ കുഴി, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ദൈവരാജ്യ അനുഭവത്തിലേക്കുള്ള പ്രവേശനത്തിലുള്ള കുഴി നിങ്ങൾ തന്നെ കുഴിക്കുക. അവനെ ദൈവരാജ്യത്തിലേക്ക് പിടിച്ചു കയറ്റേണ്ട കൂദാശകൾ, ആ കൂദാശകളെക്കുറിച്ച് നിങ്ങൾ വിശ്വാസമില്ലാതെ വീട്ടിൽ നിന്ന് സംസാരിച്ചിട്ടുണ്ടോ? ആ കാഴ്ചപ്പാട് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ രക്ഷയ്ക്കുള്ളവൻ്റെ ഒരു മാർഗം തടയപ്പെട്ടിരിക്കും. എപ്പോഴും പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് എന്തോ ഒരു മുടിഞ്ഞ പ്രാർത്ഥന, നീ ഇതൊക്കെ മതി, പോയി പഠിക്കട എന്ന് പറഞ്ഞാൽ ഓർക്കുക, ആ കുഞ്ഞ് പ്രാർത്ഥിക്കുന്നെങ്കിൽ, ആ കുഞ്ഞ് ദേവാലയത്തിൽ സമയം ചെലവഴിക്കുന്നുണ്ട്, അത് അവന് പരിശുദ്ധാത്മാവുള്ള നന്മയാണ്. ആ നന്മയെ നിങ്ങൾ നിഷേധിക്കുന്നുണ്ടോ? ഓർക്കുക, നിങ്ങൾ നിങ്ങളുടെ കുഴി കുഴിക്കുകയാണ്, നരകത്തിലേക്കുള്ള കുഴി. ദൈവരാജ്യ സംസ്ഥാപനത്തിന് വേണ്ടി നഷ്ടപ്പെടുത്താൻ മനസ്സുള്ളവന് മാത്രം നേടാൻ പറ്റുന്ന ഒന്ന്. നിങ്ങളുടെ ചില കാഴ്ചപ്പാടും മനോഭാവം നിങ്ങൾ നഷ്ടപ്പെടുത്തണം, പൊളിക്കണം, പൊളിച്ചടുക്കണം. യേശു നൽകിയ പുതിയ കാഴ്ചപ്പാട് സ്വീകരിക്കുക. സമരിയാക്കാരനെ പോലും ചേർത്ത് പിടിച്ച് യേശു, സമരിയാക്കാരൻ പോലും പ്രഘോഷകയെ സൃഷ്ടിച്ച ക്രിസ്തു. സമരിയാക്കാരൻ്റെ കഥ പറഞ്ഞ് യഹൂദ നിയമത്തിലെ പുരോഹിതന്മാരുടെ നിയമങ്ങളെ പൊളിച്ചെഴുതണമെന്ന് പറഞ്ഞ ക്രിസ്തു യെരൂശലേം ദേവാലയത്തിലേക്ക് കയറി ചെന്ന് ദേവാലയത്തിൽ നിലനിന്നിരുന്ന തെറ്റായ സംവിധാനങ്ങളെ തകിടം മറിച്ച ക്രിസ്തു കാഴ്ചപ്പാടുകൾ പൊളിച്ചെഴുതി അടുക്കുകയായി. പുതിയ കാഴ്ചപ്പാടുകൾ മനുഷ്യ മനസ്സിൽ എഴുതി വെച്ചു. യേശുവിനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ ദരിദ്രനായ ക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അവൻ ഉയർത്തെഴുന്നേറ്റു, ഞാനും ഉയർത്തെഴുന്നേൽക്കും. ക്രൂശിക്കപ്പെട്ട സ്ഥലത്ത് ഉയർത്തെഴുന്നേറ്റ ഞാനുണ്ടാകും. ഈ വിശ്വാസമാണ് ക്രിസ്ത്യാനിക്ക് വേണ്ടത്. നീ തകർന്നടത്ത് ക്രിസ്തു നിന്നെ പണിയും. നീ നശിച്ചിടത്ത് ക്രിസ്തു നിന്നെ ഉയർത്തി നിർത്തും, ഒരു പാറ പോലെ. നീ തളർന്നടത്ത് യേശു നിന്നെ പണിതുയർത്തി നിർത്തും. അതിനായി ദൈവം നമ്മെ വിളിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം.